അബ്ദുൾ സാഹിബിന് എന്താ പറയാനുള്ളത്? മുന്നിൽ നിന്ന് നയിച്ചത് സാറാണെന്നാ പറയുന്നത്. അബ്ദുൾ സാഹിബിന് എന്താ പറയാനുള്ളത് എന്ന് പറയാ? സമീർ സാഹിബിനെ നയിച്ചത് നിങ്ങളാണെന്നാ പറയുന്നത് പൊതുവെ. അല്ല, ഞാൻ ഒരാൾ മാത്രമല്ല, ഞങ്ങളെ മണ്ഡലം കമ്മിറ്റിയും UDFന്റെ മണ്ഡലം കമ്മിറ്റിയും അതുപോലെ തന്നെ എന്നെ പോലുള്ള പരിചയമുള്ള നേതാക്കന്മാരും എല്ലാവരും, ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ആളുകളും എല്ലാവരും കൂടിയുള്ള ഒത്തൊരുമയോടുള്ള പ്രവർത്തനം. അതോടൊപ്പം തന്നെ UDF ഒറ്റക്കെട്ടായിട്ട് വളരെ കാലത്തിന് ശേഷം UDF ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നടന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും അഭൂതപൂർവമായ ഒരു വിജയം നമുക്കുണ്ടാക്കാൻ സാധിച്ചത്. ഈ നില തുടർന്ന് പോവുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDF പിണറായിയെ പോലെ രണ്ടാം ഊഴമല്ല, ഒരുപാട് ഊഴങ്ങൾ ഒന്നിച്ചു ഭരിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്, ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ CPM-നും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിക്കും വ്യക്തമായി എതിരാണ്. 10 കൊല്ലം അവരെ ബുദ്ധിമുട്ടിച്ച സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി അവര് വോട്ട് ദിവസം മുതൽ കാത്തിരിക്കാൻ തുടങ്ങിയ അതിന്റെ പര്യവസാനമാണ് ഇന്ന് വോട്ടെണ്ണലോടി നടന്നത്. അതുപോലെ തന്നെ VD സതീശന്റെ ആ ഒരു നേതൃത്വം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഒരു ത്രികാലജ്ഞാനം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പൊ 100 എന്ന് പറയുമ്പോൾ ഏകദേശം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. അല്ല, ഞാനതില് കോൺഗ്രസിന്റെ അവര് തമ്മിലുള്ള കാര്യങ്ങളിൽ അതിന് അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായി നിയമസഭയിലും അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ വന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിലെല്ലാം തന്നെ UDFനെ നയിച്ചത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കൂടിയാണ്. പിന്നെ മുസ്ലിം ലീഗും അതുപോലെ എല്ലാ പാർട്ടികളും കൂടിയാണ് നടന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. UDFന്റെ കെട്ടുറപ്പുള്ള നല്ലൊരു മന്ത്രിസഭ വരുവാനും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷം എത്ര മന്ത്രിസ്ഥാനം കിട്ടും അത് പറയാൻ ഞാൻ ആളല്ല. അതിന്റെ ഇതിനനുസരിച്ച് ഞങ്ങൾ നേതാക്കന്മാർ തന്നെ അത് പറയാറില്ല. അതൊക്കെ അതിന്റെ സമയമാകുമ്പോൾ നേതാക്കന്മാർ തമ്മിൽ തീരുമാനിച്ച് സ്വീകരിക്കും. ലീഗ് ഒന്നിനും അങ്ങനെ വാശി പിടിക്കുന്ന ഒരു പാർട്ടിയല്ല. എല്ലാവരും പിന്നെ സമന്വയത്തിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ ആ നിലയിൽ നല്ലൊരു ഉറച്ച ഭരണം ഈ 10 കൊല്ലം ജനങ്ങൾ അനുഭവിച്ച എല്ലാ കെടുതികൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു ടീം UDF. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിക്ക് എത്രത്തോളം നന്ദി പറയണം ഈ അവസരത്തില് വെള്ളാപ്പള്ളി നടേശന് കുറിച്ച് ഞാൻ നന്ദിയും പറയുന്നില്ല, അദ്ദേഹത്തിന് എതിരായിട്ടും പറയുന്നില്ല. കാര്യം ഓരോരുത്തരും അവരുടെ മനസ്സിൽ വന്ന കാര്യങ്ങളാണല്ലോ പറയാം. അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നതുപോലെ ഇത്ര തരം താഴ്ന്ന പ്രസ്താവനകൾ രാഷ്ട്രീയമായ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലക്ഷ്യത്തിന് വേണ്ടി പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ്. മന്ത്രിയാകുമ്പോഴും അല്ലാതെയും ഒക്കെ അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഇതുപോലുള്ള പ്രസ്താവനകളും ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഏതായാലും അതെല്ലാം കഴിഞ്ഞു. അതിനെപ്പറ്റി ഇനി പരിഭവിച്ചിട്ട് കാര്യമില്ല. ഏതായാലും UDF സതീശൻ പറയാറുള്ളത് പോലെ, സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ പറയാറുള്ളത് പോലെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന് ടീം UDF നല്ല രീതിയിൽ ഭരണവുമായി മുന്നോട്ട് പോകും. നന്ദി.